നമസ്കാരം, സുധീഷ് ചെമ്പശ്ശേരിയാണ്. ഞാൻ ഇന്ന് കർണാടക സ്റ്റേറ്റിൽ ഉടുപ്പി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലാണുള്ളത് കേട്ടോ. ഇവിടെ പലർക്കും ഇതിൻ്റെ ചരിത്രം ഐതിഹ്യമൊന്നും അറിയില്ല. അപ്പോൾ അറിയാത്ത ആളുകൾക്കായിട്ടാണ് ഈ വീഡിയോ. ഇതിനൊരു കഥയുണ്ട്. ആ കഥ ഞാൻ ചുരുക്കത്തിലിവിടെ പറയാം. ഇത് ഞാൻ ഫേസ്ബുക്കിലും യൂട്യൂബിലും അപ്ലോഡ് ചെയ്യും. ഫേസ്ബുക്കിൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകളാണെങ്കിൽ ഒന്ന് പേജ് ഫോളോ ചെയ്തിട്ട് വീഡിയോ കാണുക. യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. മാക്സിമം ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യുക. നമ്മുടെ ഈ ക്ഷേത്രത്തിനെ കുറിച്ചുള്ള കഥയൊക്കെ മറ്റുള്ള ആളുകളിലേക്ക് എത്തട്ടെ. ഓക്കെ. ശ്രീകോവിലിൽ പിന്തിരിഞ്ഞിരിക്കുന്ന ഒരു പ്രതിഷ്ഠ മാത്രമേ ഉള്ളൂ. കയ്യിൽ തൈര് കലക്കുന്ന മത്ത് കയ്യിൽ എടുത്തുകൊണ്ട് നിൽക്കുന്ന ഒരു കുട്ടി. ഒരു പട്ടുകോണകം പോലുമില്ല. യശോദ അണിയിച്ചിട്ടുള്ള ആഭരണങ്ങളെല്ലാം അണിഞ്ഞിട്ടുമുണ്ട്. ശ്രീകോവിലിൻ്റെ പിന്നിലെ കിളിവാതിലിലൂടെ അലങ്കാരങ്ങളാൽ വിടർന്ന കണ്ണുകളോടെ നിൽക്കുന്ന കരിനിറമുള്ള കൃഷ്ണനെ കാണുവാൻ നല്ല ഭംഗിയാണ്. എന്തിനാണ് കണ്ണൻ ഇങ്ങനെ തിരിഞ്ഞു നിൽക്കുന്നതെന്ന് ഉടുപ്പിയിൽ പോകുന്ന ഭക്തർക്ക് പലർക്കും അറിയില്ല. ഇതിൻ്റെ പിന്നിൽ ഒരു കഥയുണ്ട്. അബ്രാഹ്മണനായ കനകദാസർ തികഞ്ഞ ഒരു കൃഷ്ണഭക്തനായിരുന്നു. അദ്ദേഹത്തിന് ക്ഷേത്രത്തിൽ പോയി കണ്ണനെ കാണണമെന്ന് അതിയായ ആഗ്രഹം തോന്നി. പക്ഷെ എന്തു ചെയ്യാം, അയിത്തം കൽപ്പിച്ചവർ ക്ഷേത്രത്തിന് മുന്നിലെ വഴിയിൽ പോലും വരാൻ അനുവദിച്ചില്ല. കനകദാസർ ദിവസവും ക്ഷേത്രത്തിൻ്റെ പുറകിലിരുന്ന് കണ്ണനെ മനസ്സിൽ കണ്ട് കീർത്തനങ്ങൾ പാടുക പതിവായിരുന്നു. ഓരോ ദിവസവും അദ്ദേഹത്തിന് കണ്ണനെ കാണാനുള്ള കൊതി കൂടിക്കൂടി വന്നു. ഒരു ദിവസം അദ്ദേഹം ഹൃദയം പൊട്ടുന്ന വേദനയോടെ പാടി, കൃഷ്ണ, നീ വേഗം വരൂ, വേഗം വരൂ, ആ തിരുമുഖം ഒന്ന് കാണിക്കൂ. അവസാന വരി ചൊല്ലി തീർത്തപ്പോഴേക്കും അദ്ദേഹം കരഞ്ഞുപോയിരുന്നു. ആ ഭക്തന്റെ സങ്കടം സഹിക്കവയ്യാതെ പെട്ടെന്ന് കണ്ണൻ പിറകിലേക്ക് തിരിഞ്ഞു. തൻ്റെ കയ്യിലുള്ള മത്തുകൊണ്ട് ചുവരിൽ ദാരങ്ങളുണ്ടാക്കി കനകദാസർക്ക് ദർശനം നൽകി. പിന്നീട് ആ വിഗ്രഹത്തെ പഴയതുപോലെ തിരികെ വയ്ക്കാൻ ആർക്കും ധൈര്യം വന്നില്ല. അതുകൊണ്ട് ശ്രീകോവിലിൽ പിന്തിരിഞ്ഞിരിക്കുന്ന ഉടുപ്പി കൃഷ്ണൻ ഭക്തവാത്സല്യത്തിൻ്റെ പ്രതീകമായി ഇന്നും നിലകൊള്ളുന്നു.